നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. പാലക്കലിൽ പൂച്ച കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണമിട്ട ഓട്ടോ ബസ്സിലിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് ദാരുണാന്ത്യം. പുതുക്കാട് രാപ്പാൾ നമ്പ്യത്ത് വീട്ടിൽ സൂരജാണ് മരിച്ചത്. 46 വയസ്സായിരുന്നു. തിങ്കളാഴ്ച രാത്രിയിലായിരുന്നു അപകടം. തൃശൂരിൽ നിന്നും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു സൂരജ്. യാത്രാമധ്യേ പൂച്ച കുറുകെ ചാടിയപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട ഓട്ടോറിക്ഷ ഇരിങ്ങാലക്കുടയിൽ നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന ഭുവനേശ്വരി അമ്മ എന്ന സ്വകാര്യ ബസ്സിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. ബസ്സിനടിയിൽ കുടുങ്ങിക്കിടന്ന ഓട്ടോ ഡ്രൈവറെ 1 മണിക്കൂറിലേറെ സമയമെടുത്താണ് പുറത്തെടുക്കാനായത്. JCB ഉപയോഗിച്ച് ബസ് ഉയർത്തിയാണ് ബസ്സിനടിയിലേക്ക് തെറിച്ചു വീണ സൂരജിനെ നാട്ടുകാരും അഗ്നിരക്ഷാസേനയും ചേർന്ന് പുറത്തെടുത്തത്. ഉടൻ തന്നെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ലവ് ലൈറ്റ് എന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാരനായിരുന്നു മരിച്ച സൂരജ്. രാത്രി ഓട്ടം കഴിഞ്ഞ് ബസ് തൃശൂരിൽ ഒതുക്കിയിട്ട് സ്വന്തം ഓട്ടോയിൽ വീട്ടിലേക്ക് പോകുന്നതിനിടയിലായിരുന്നു അപകടം. ബിന്ദുവാണ് ഭാര്യ. ആരോമൽ, ആർച്ച എന്നിവർ മക്കളാണ്. അളഗപ്പ നഗറിൽ നിയന്ത്രണം വിട്ട ബൈക്ക് റോഡരികിലെ കൈവരിയിലേക്ക് ഇടിച്ചു കയറി ബൈക്ക് യാത്രികന് പരിക്കേറ്റു. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. മാടായിക്കുണം സ്വദേശി അബ്ദുൽ ജമാൽ നിയാസിനാണ് പരിക്കേറ്റത്. വരന്തരപ്പള്ളിയിൽ നിന്നും ആമ്പലൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് നിയന്ത്രണം തെറ്റി പോളിടെക്നിക് കോളേജിന് മുൻപിലെ കടയ്ക്ക് മുൻപിലെ ഇരുമ്പ് ഫ്രെയിമിലേക്കും കൈവരിയിലേക്കും ഇടിച്ചു കയറി. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് യാത്രികൻ റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. പരിക്കേറ്റയാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കല്ലൂർ വില്ലേജ് ഓഫീസിലെ ജീവനക്കാരനാണ് പരിക്കേറ്റ അബ്ദുൽ ജമാൽ നിയാസ്. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ രാപ്പാൾ കിഴക്കുമുറി കോഴിപ്പാടൻ റോഡ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം M വാസന്തി, മുൻ ജനപ്രതിനിധികളായ E പ്രകാശൻ, അശോകൻ പന്തല്ലൂർ എന്നിവർ സംസാരിച്ചു. മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും 10.8 ലക്ഷം രൂപ ചിലവിലാണ് റോഡ് നവീകരിച്ചത്. KK രാമചന്ദ്രൻ MLA പ്രതീകാത്മകമായി കുറ്റവിചാരണ നടത്തി പ്രതിഷേധിച്ച് BJP പുതുക്കാട് നിയോജക മണ്ഡലം സമിതി. മണ്ഡലത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ MLA പരാജയപ്പെട്ടുവെന്നും ജനകീയ പ്രശ്നങ്ങളിൽ നിസ്സംഗത തുടരുകയാണെന്നും ആരോപിച്ചായിരുന്നു പ്രതിഷേധം. BJP സംസ്ഥാന സമിതി അംഗം ഉല്ലാസ് ബാബു ഉദ്ഘാടനം ചെയ്തു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി PK ബാബു അധ്യക്ഷത വഹിച്ചു. A ഉണ്ണികൃഷ്ണൻ, PG ജയൻ, VV രാജേഷ്, റീസൺ ചെവിടൻ തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു. വളർന്നു വരുന്ന യുവതലമുറയുടെ പ്രായോഗികമായ രാഷ്ട്രീയപരമായിട്ടുള്ളതിനപ്പുറത്തുള്ള വിദ്യാഭ്യാസത്തെ, അവന്റെ ഉപജീവനത്തെ, അവന്റെ വളർച്ചയെ, അവന്റെ പഠിക്കാനുള്ള അവകാശത്തെ ഇതിനൊക്കെ ചോദ്യം ചെയ്യാൻ എന്തേ രാമചന്ദ്രൻ. നെല്ലായി കിഴക്കൂടൻ മോഹനന്റെ ഭാര്യ കോമള അന്തരിച്ചു. 70 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 2:30 ഇരിങ്ങാലക്കുട മുക്തിസ്ഥാനിൽ. പ്രേംകുമാർ, ഹിത എന്നിവർ മക്കളും ബിൻഷ, രജീഷ് എന്നിവർ മരുമക്കളുമാണ്. പറപ്പുക്കര മുത്രത്തിക്കര മഞ്ഞളി ആച്ചാണ്ടി വറീദ് കൊച്ചപ്പൻ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10. കുഞ്ഞേലിയയാണ് ഭാര്യ. ലീന, ലിജി, പരേതരായ ലിസി, ലിജോൺ എന്നിവർ മക്കളും ജോസഫ്, വർഗീസ്, ജോൺസൺ എന്നിവർ മരുമക്കളുമാണ്. കാലാവസ്ഥ. കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 14,885 രൂപയും പവന് 1,19,080 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.